Hi, I am Aditya Raj from Access Language School. Pronunciation similar ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന സിറ്റുവേഷൻ സിമിലർ ആയതുകൊണ്ടോ കൺഫ്യൂഷൻസ് ഉണ്ടാകുന്ന കുറച്ച് വേർഡ്സ് ഉണ്ട്. അവ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗിക്കണമെന്ന് അറിയാം. ആദ്യത്തേത് യുവർ. യുവർ എന്ന് പ്രൊനൗൺസ് ചെയ്യുന്ന രണ്ട് വേർഡ്സ് ഉണ്ട്. അതിൽ ആദ്യത്തേത് YOUR, നിങ്ങളുടേത് അല്ലെങ്കിൽ താങ്കളുടേത്. ദാറ്റ് മീൻസ് ബിലോങ്ങിങ് ടു യു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യുവർ ബുക്ക്, യുവർ പെൻ, യുവർ ബാഗ് അങ്ങനെ പറയാം. അടുത്തത് YOU'RE, നിങ്ങൾ അല്ലെങ്കിൽ താങ്കൾ. ഇവിടെ യു ആർ എന്ന വേർഡിൻ്റെ കോൺട്രാക്ഷൻ ആണ് യുവർ. യു ആർ മൈ ഫ്രണ്ട്, യു ആർ ഗ്രേറ്റ്. ഇതാണ് എക്സാമ്പിൾ. അടുത്ത വേർഡാണ് ഇറ്റ്സ്. ഇറ്റ്സ് എന്ന് പ്രൊനൗൺസ് ചെയ്യുന്ന രണ്ട് വേർഡ്സ് ഉണ്ട്. ഒന്ന് ITS. അവിടെ പറയുന്നത് ബിലോങ്ങിങ് ടു ഇറ്റ് എന്നാണ് അർത്ഥം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇറ്റ്സ് കളർ ഈസ് ഗ്രീൻ, അതിൻ്റെ കളർ ഗ്രീൻ ആണ് അല്ലെങ്കിൽ ഇതിൻ്റെ കളർ ഗ്രീൻ ആണ്. അടുത്തത് IT'S ആണ്. ഇതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് എന്നതിൻ്റെ കോൺട്രാക്ഷൻ ആണ്. ഇതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഫ്രൈഡേ. അടുത്തത് there. there എന്ന് പ്രൊനൗൺസ് ചെയ്യുന്ന മൂന്ന് വേർഡ്സ് ഉണ്ട്. ആദ്യത്തേതാണ് THEIR, there. അതിൻ്റെ അർത്ഥം അവരുടെ എന്നാണ്. ദാറ്റ് മീൻസ് ബിലോങ്ങിങ് ടു ദം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ their car, their house അങ്ങനെ പറയാം. നെക്സ്റ്റ് ഈസ് THEY'RE. ദാറ്റ് മീൻസ് they are എന്നതിൻ്റെ കോൺട്രാക്ഷൻ ആണ് ഈ there. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ they are going to listen the music അങ്ങനെ പറയാം. അടുത്തതായി THERE, there. അതിൻ്റെ അർത്ഥം അവിടെ എന്നാണ്. അതായത് ഒരു പ്ലേസ് ആണ് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത്. പ്ലേസ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്നതിന് there എന്ന് പറയാൻ പറ്റില്ല. അതിന് ഹിയർ എന്നാണ് യൂസ് ചെയ്യേണ്ടത്. എക്സാമ്പിൾ there are some mangoes in the fridge. ഓക്കെ. അടുത്തത് ടു എന്ന് പ്രൊനൗൺസ് ചെയ്യുന്ന മൂന്ന് വേർഡ്സ് ഉണ്ട്. ആദ്യത്തേത് TO. ഈ ടു ഉപയോഗിക്കുന്നത് ഒന്ന് ഡയറക്ഷൻസ് കാണിക്കാനാണ്, അല്ലെങ്കിൽ ഒരു ഹാപ്പനിങ്ങിന് മുൻപേ ആയിട്ട് ടു ഉപയോഗിക്കാം. ഐ ആം ഗോയിങ് ടു ഡു ദിസ് അല്ലെങ്കിൽ ഗോയിങ് ടു ഡു ദാറ്റ് അങ്ങനെ പറയും. നെക്സ്റ്റ് ഈസ് TOO ആണ്. TOO. ഇതിൻ്റെ അർത്ഥം ഓൾസോ എന്നാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ ഡിസ്ലൈക്ക് ഹിം ടു, ഐ ലൈക്ക് ഹെർ ടു അങ്ങനെ പറയാം. അവസാനത്തേത് ഏതാണെന്നാൽ TWO2 ആണ്. ഇത് നമ്മുടെ നമ്പർ 2-നെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. 2 hands, 2 legs, 2 eyes അങ്ങനെ പറയാം. അടുത്തത് രണ്ട് വേർഡ്സ് മച്ച്, മെനി എന്നിവയാണ്. ഇവ പ്രൊനൗൺസിയേഷൻ അല്ല, യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ് സിമിലർ ആവുന്നത്. മച്ച് എടുക്കുകയാണെങ്കിൽ അൺകൗണ്ടബിൾ ആയിട്ടുള്ള നൗൺസിന് മുൻപെയാണ് മച്ച് ഉപയോഗിക്കുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മച്ച് വെൽത്ത്. രണ്ടാമത്തേത് മെനി. മെനി എന്നത് കൗണ്ടബിൾ ആയിട്ടുള്ള നൗൺസിന് മുൻപെയാണ് ഉപയോഗിക്കുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെനി ലെമൺ, മെനി പെൻ അങ്ങനെ പറയാം. അടുത്തത് ഫോർ ആൻഡ് സിൻസ് ആണ്. ഇവ രണ്ടും ഉപയോഗിക്കുന്ന സിറ്റുവേഷൻ സിമിലർ ആണ്, എന്നാൽ ഒരേ അർത്ഥമല്ല കൊണ്ടുവരുന്നത്. ഫോർ എടുക്കുകയാണെങ്കിൽ ഫോർ ഉപയോഗിക്കുന്നത് ഒരു ക്വാണ്ടിറ്റി ഓഫ് ടൈമിൻ്റെ അടുത്തായിരിക്കും. അതുപോലെ തന്നെ പൊസിഷൻ കാണിക്കാനും ഫോർ ഉപയോഗിക്കും. എക്സാമ്പിൾ ഐ വിൽ ഡു ദിസ് വർക്ക് ഫോർ ഹിം. അവിടെ പൊസിഷൻ ആണ് കാണിക്കുന്നത്. അതേസമയം ഐ വിൽ വർക്ക് ഹിയർ ഫോർ 3 years. ഇവിടെ ടൈമാണ് കാണിക്കുന്നത്. ഇനി സിൻസ്. സിൻസ് എന്നത് ഒരു നെയിംഡ് ടൈമിന് മുൻപെയാണ് ഉപയോഗിക്കുക. അതായത് സിൻസ് 1970 അല്ലെങ്കിൽ സിൻസ് ഫെബ്രുവരി. ഇവയൊക്കെയാണ് യൂഷ്വലായിട്ട് സംശയങ്ങൾ വരാറുള്ള കുറച്ച് വേർഡ്സ്. കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന വേർഡ്സിൽ കുറച്ചൊക്കെയെങ്കിലും എവിടെയൊക്കെ ഉപയോഗിക്കണമെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായി ആക്സസ് ലാംഗ്വേജ് സ്കൂൾ സബ്സ്ക്രൈബ് ചെയ്യുക.